ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മ ആത്മീയതയുടെ 153-ാമത്തെ സെഷനാണല്ലോ ഇത്. 5-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 16-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 4 അധ്യായങ്ങളിലെ 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ ഖണ്ഡികയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്വന്തം ഇഷ്ടത്തെ പൂർണ്ണമായിട്ടും ബലി കഴിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാപിക്കാവുന്ന ദൈവൈക്യത്തിന്റെ മനോഹരമായ മാർഗത്തെക്കുറിച്ച് മദ്രസ പറയുകയാണ്. അപ്പൊ ഇതല്പം നമ്മുടെ തന്നെയുള്ള ബലപ്രയോഗത്തിന്റെ ഒരു മാർഗമാണ്. ബലം പ്രയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മളെ തന്നെ നിഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് അത്ര എളുപ്പമല്ല, അല്പം പരിശ്രമം ആവശ്യമല്ല മദ്രസ പറയാം. ഇത് നമുക്ക് വളരെ പ്രയാസകരമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നാം വിജയം കൈവരിക്കുന്ന പക്ഷം അത് അത്യന്തം പ്രശസ്തമായിരിക്കും. ദൈവേഷ്ടത്തോട് യഥാർത്ഥമായ ഐക്യം ഇപ്രകാരം സാധ്യമാണെന്ന കാര്യം നിങ്ങൾ സംശയിക്കുകയേ വേണ്ട. ദൈവ ഇഷ്ടത്തോട് യഥാർത്ഥമായ ഐക്യം നമുക്കറിയാം. ഈശ്വര ദൈവത്തിലേക്ക് ഏറ്റവും വലിയ വയർത്ത് ചോര ഒഴുകാൻ മാത്രം ഈശോ തന്നോട് തന്നെ ബലം പ്രയോഗിച്ച നിമിഷങ്ങള് സ്വന്തം ഇഷ്ടം മാറ്റിവെച്ചിട്ട് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് കീഴ്പ്പെടുത്തി കൊടുത്ത സമയമാണ്. അപ്പോൾ സ്വയം നിഗ്രഹത്തിന്റെ ഒരു ഡെത്ത് ബ്ലോ, മരണകരമായ ഒരു ആഘാതം സ്വയം ഏൽപ്പിക്കുകയാണ്. തന്നെ ഇല്ലെന്നാക്കിക്കൊണ്ടാണ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. നമ്മള് പരിശുദ്ധ കന്യാകുമാരിയും ഒക്കെ അത് തന്നെ ചെയ്ത് നീ പറഞ്ഞ പോലെ എന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വയം വിട്ടുകൊടുത്തപ്പോൾ അപ്പോൾ സാധ്യമാണെന്ന കാര്യം നിങ്ങൾ സംശയിക്കുകയേ വേണ്ട. ഇതാണ് എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ ആശിച്ചിരുന്ന ഐക്യം. സ്വന്തം ഇഷ്ടത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ട് കിട്ടുന്ന ഐക്യമാണ് എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ ആഗ്രഹമായിട്ട് ഞാൻ കൊണ്ടു നടന്നിട്ട് മദ്രസ പറയുകയാണ്. നമ്മുടെ കർത്താവിനോട് ഞാൻ നിരന്തരം അപേക്ഷിക്കുന്ന ഐക്യം ഇത് തന്നെ. ഇതാണ് എനിക്ക് വേണ്ടതും. എൻ്റെ പ്രാർത്ഥന വിഷയം ഇത് തന്നെയാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനാ വിഷയം അത് തന്നെ ആകുന്നത് നല്ലതാണ്. നേരത്തെ എനിക്ക് പറഞ്ഞ പോലെ തിരിഹിതം മുഴുവൻ കരുണയാൽ എന്നെ നിറവേറണമേ, അമ്മയോടൊപ്പം സമർപ്പിക്കുന്നു പ്രത്യേക ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഈരട് നമ്മൾ കുറേ ചൊല്ലിയും പാടി സ്തുതിച്ചും ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. മദ്രസ അപേക്ഷിക്കുന്നത് അങ്ങനെയാണല്ലോ. അത്യന്തം സുവ്യക്തവും ഭദ്രവുമായ ഐക്യവും ഇതല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഐക്യം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. നല്ല ഭദ്രതയുള്ളതും വ്യക്തമായ ഐക്യത്തിന്റെ അനുഭവമാണ് ഇതുവരെ കിട്ടുന്ന മദ്രസ പറയുന്നു. 6-ാമത്തെ ഖണ്ഡിക. എന്നാൽ കഷ്ടമേ, നമ്മൾ എത്ര ചുരുക്കം പേരാണ് ഇത് പ്രാപിക്കുന്നത്. പക്ഷെ ഇതിലേക്ക് വളരെ ചുരുക്കം പേരെ എത്തുന്നുള്ളൂ. ദൈവത്തെ ദ്രോഹിക്കാതിരിക്കാൻ കരുതുകയും സന്യാസത്തെ പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരാൾ അതുകൊണ്ട് സകല കർത്തവ്യവും തീർന്നെന്ന് ധരിച്ചു പോവുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് തന്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഒരു സന്യാസ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സന്യാസത്തിലേക്ക് വന്നു, സന്യാസ സമർപ്പണം എടുത്തു, വ്രതങ്ങളെടുത്തു, അല്ലെങ്കിൽ ഒരു ആത്മീയത്തിലേക്ക് കടന്നു വന്ന് കുറച്ച് ചിട്ടകളൊക്കെ ആയി, അതോടെ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് അവർ വന്ന് ഒരു സ്വയം നഷ്ടപ്പെടുന്ന അവസ്ഥ അപകടം ഉണ്ടാവുകയാണ്. സന്യാസത്തിൽ പ്രവേശിക്കുക ചെയ്യുന്ന ഒരാൾ അതുകൊണ്ട് സകല കർത്തവ്യവും തീർന്നെന്ന് ധരിച്ചു പോവുകയാണ്. എന്നാൽ ആദ്യമെങ്ങും പ്രത്യക്ഷമാകാത്ത ചില ചെറിയ കൃമികളുണ്ട്. ഇതൊരു മനോഹരമായ നിരീക്ഷണമാണ് മദ്രസ നമുക്ക് നൽകുന്നത്. ചില ചെറിയ കൃമികൾ കയറി വരും. എല്ലാം ഭംഗിയായെന്ന് വിചാരിച്ച് നീങ്ങുമ്പോഴായിരിക്കും ഈ കൃമികളുടെ ആക്രമണം ഉണ്ടാവുക. യോന ദീർഘദർശിയുടെ ചുരവള്ളി കരണ്ട് നശിപ്പിച്ച പുഴുവിന്റെ കഥ നമുക്കറിയാമല്ലോ. യോന പ്രവാചക പുസ്തകം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം ആ ചുരവള്ളി പടർന്ന് യോനയുടെ തലയ്ക്ക് മീതെ പടർന്നു നിന്ന് വെയിൽ അടിക്കാതെ ആശ്വാസം കൊടുത്തു. പക്ഷെ എവിടുന്നോ വന്ന ഒരു കൃമി വന്ന് അതിൻ്റെ തണ്ട് തുറന്നു കളഞ്ഞു, അത് വാടിപ്പോയി എന്ന് പറയുന്ന സംഭവം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഭംഗിയായിട്ട് കയറി വന്നു, മനോഹരമായി എന്ന് വിചാരിക്കുമ്പം ഒരു തണ്ടുതുറപ്പം കയറി വരികയാണ്. തെങ്ങന്തയൊക്കെ വെച്ച് വർഷങ്ങൾ പരിചരിച്ച് ഊക്കിക്കൊണ്ട് വന്ന് അത് ചൊട്ടയിട്ട് കൊലച്ച് മച്ചിങ്ങായ ഉണ്ടായി, തേങ്ങയൊക്കെ ഉണ്ടായി കരിക്കൊണ്ട് അങ്ങനെ കൊലകൾ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ ഈ ചെള്ള് വന്ന് കയറി അത് കരണ്ട് കളഞ്ഞിട്ട് തെങ്ങ് കൊലയ്ക്കുക അല്ലാതെ ഉണങ്ങി പോകുന്ന ദുരനുഭവം കൃഷിക്കാർക്ക് നിരന്തരം എന്നോണം ഉള്ളതാണ്. അപ്പൊ എല്ലാം ആയി എന്ന് വിചാരിച്ചു കഴിയുമ്പോൾ ചെറിയൊരു ആക്രമണം അതിനകത്ത് മുഴുവൻ തീർന്നു പോവുകയാണ്. ഇതൊരു ആത്മജീവിതത്തിലും ഉള്ള ഒരു അനുഭവമാണ്, സൂക്ഷിക്കേണ്ട അപകടമാണ്. മദ്രസ ചൂണ്ടിക്കാണിക്കുകയാണ്.
യോനായുടെ ചുരവള്ളി കരണ്ട് നശിപ്പിച്ച് പുഴുവിന്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പറഞ്ഞ കൃമികൾ നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാം കരണ്ട് കളയുന്നത് വരെ അവയെ നാം കാണുകയില്ല. എന്തൊക്കെയാണ് ഈ കൃമികൾ എന്ന് പറയുന്നത്? 1, സ്വസ്നേഹം. 2, സ്വാഭിമാനം. 3, ദുർവിധി. 4, പരദൂഷണം. 5, നിസ്സാര സംഗതികളിലായിരുന്നാലും ഉപവിയുടെ അഭാവം. 6, തന്നെത്താൻ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുക. ഇങ്ങനെ 6 ചെറിയ കൃമികളെ അമ്മത്രേസ്യ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്വസ്നേഹം, ഇത് നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. എല്ലാം ഭംഗിയായ ആത്മീയമായ ദൈവാനുഭവമൊക്കെ കിട്ടി, ദൈവായിക്ക് ഉറപ്പായ ഉള്ളിൽ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിച്ച് തെങ്ങ് കൊലച്ച് കായ്ച്ചു, തേങ്ങയൊക്കെ ആയിട്ട് നിൽക്കുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തൃപ്തിയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ആരും അറിയാതെ ചെള്ളു വന്ന് കയറി അത് നശിപ്പിക്കുന്നു പറഞ്ഞ പോലെ സ്വസ്നേഹം, സെൽഫ് ലവ്, നമ്മളോടുള്ള വലിയ സ്നേഹം. അതിൻ്റെ മറുവശം എന്താണ്? മറ്റുള്ളവരോടുള്ള അവഗണനയാണ്. സ്വന്തം കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാനുള്ള നിർബന്ധം ചിട്ട, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് നീങ്ങാനുള്ള ഒരു അപകടം അവിടെ വരികയാണ്. അപ്പം നമ്മുടെ കാര്യങ്ങളെ ഭംഗിയായിട്ട് കൊണ്ടുപോകുക, അത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഒരു സ്വസ്നേഹത്തിന് അത് വിശദീകരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് തിരിയുമല്ലോ. രണ്ടാമത്തെ കാര്യം സ്വാഭിമാനം, സെൽഫ് എസ്റ്റീം. നമുക്കിത് പോസിറ്റീവായിട്ട് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് സ്വയ തൃപ്തി, സ്വയ അഭിമാനം ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ സ്വാഭിമാനത്തെ ഊന്നിക്കൊണ്ടും അതിനെ പൊത്തിപ്പിടിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള വ്യഗ്രത വെച്ച് നമ്മൾ നീങ്ങുമ്പോൾ അതൊരു കൃമിയായിട്ട് നമ്മുടെ ആത്മീയത്തെ തകർത്ത് കളയാം നമ്മൾ ദൃശ്യം പറയുകയാണ്. വീണ്ടും ദുർവിധി, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ കുറ്റം വിധിക്കാനായിട്ട് ഇടവരുന്നു. അങ്ങനത്തെ ഒരു കൃമി നമ്മൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഈ ഒരു കൃമിയുടെ കടി അല്ലാണ്ട് ഏൽക്കുന്നതാണ്. പരദോഷണം, മറ്റുള്ളവരെ കുറിച്ച് നല്ലതല്ലാത്ത കാര്യങ്ങൾ പറയാനുള്ള ഒരു പ്രേരണ, പറഞ്ഞു പോകുന്ന രീതി, അത് നമ്മൾ ഗൗരവത്തോടെ തന്നെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ ഒരു പ്രവൃത്തിയും നമ്മൾ വിധിച്ചുകൊണ്ട് നിരീക്ഷിക്കരുത്. കുറവുകളോ പോരായ്മകളോ എന്തായാലും തെറ്റ് കണ്ടാൽ പോലും അത് വിധിക്കരുത്. വിധിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കരുത്. അതിനെക്കുറിച്ച് മോശമായിട്ട് ഒരു കമൻറ്റ് നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് പരദോഷണമാണ്, ദുർവിധിയാണ്. പിന്നെ നിസ്സാര സംഗതികളായിരുന്നാലും ഉപവിയുടെ അഭാവം, ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു സ്നേഹത്തോടെ ഉള്ളതല്ലാത്ത പെരുമാറ്റം ഉണ്ടാകുന്നു, സ്നേഹമില്ലെന്നായി പോകുന്നു. സ്നേഹമില്ലായ്മ സ്വാർത്ഥതയാണ്, നമുക്കറിയാം, അകൽച്ചയാണ്. അപ്പൊ കുഞ്ഞു കാര്യങ്ങളിൽ പോലും അകൽച്ചയുടെ രീതി എടുക്കുന്നു, സ്വാർത്ഥ കാര്യങ്ങൾ എടുക്കുന്നു, മറ്റവരെ അവഗണിച്ചുകൊണ്ട് നീങ്ങുന്നു, സ്വന്തം കാര്യം തേച്ചിട്ട് എല്ലാവരും പരിഗണിക്കാൻ പറ്റാതെ പോകുന്നു. അങ്ങനെയുള്ള ഉപവിയുടെ അഭാവം, തന്നെത്താൻ സ്നേഹിക്കുന്നവരെ മറ്റവരെ സ്നേഹിക്കാതിരിക്കുക. അന്നേരം പറഞ്ഞതാണ് സ്വസ്നേഹം. അങ്ങനെ അപ്പൊ ഇങ്ങനെ 6 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് വേർഷനിൽ ഈ 6 കാര്യങ്ങൾ ഞാൻ നോക്കിയപ്പോൾ 4 എണ്ണമായിട്ട് ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും, കുറച്ചുകൂടെ ക്ലിയർ ആണോ സംശയമുണ്ട്. അതായത് സെൽഫ് ലവ് ഒന്നാമത്തേത്, സെൽഫ് എസ്റ്റീം രണ്ടാമത്തേത്, റാഷ് ജഡ്ജ്മെന്റ് ഓഫ് അതേഴ്സ് ഈവൻ ഇൻ സ്മോൾ മാറ്റേഴ്സ്, കുഞ്ഞു കാര്യങ്ങളിൽ പോലും മറ്റുള്ളവരെ പറ്റി പെട്ടെന്ന് വിധിക്കലുകൾ പറയുന്നത്, വാണ്ട് ഓഫ് ചാരിറ്റി ഇൻ നോട്ട് ലവിങ് അതേഴ്സ് ആസ് വി ലവ് ആസ് മച്ച് ആസ് വി ലവ് അവേഴ്സസ്, നമ്മളെ തന്നെ സ്നേഹിക്കുന്ന അത്രയും സ്നേഹത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുക. ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന അത്രയും കരുതലോടെ സ്നേഹത്തോടെ മറ്റുള്ളവരെ കരുതാതെ സ്നേഹിക്കാതെ ഇരിക്കുക. ഇത് വളരെ സൂക്ഷ്മമായ തലമാണ്. അത് നമ്മൾ ഗൗരവത്തോടുകൂടി തന്നെ ആത്മശോധന വിഷയമാക്കണം. അമ്മത്രേസ്യ പറയുകയാണ്, നല്ലപോലെ കൊലച്ച് പൂത്ത് തെങ്ങ് നിൽക്കുന്നത് എല്ലാം ശരിയായി തേങ്ങ കായ്ക്കാൻ തുടങ്ങി, പല കൊലകൾ മൂത്ത് വരുന്നത്, കരിക്കായിട്ട് നിൽക്കുന്നത്, അച്ചിങ്ങായിട്ട് നിൽക്കുന്നത്, പൂവിട്ട് വരുന്ന കൊലകൾ, അങ്ങനെ തെങ്ങൽ ഇങ്ങനെ നിറയെ കൊലകളായിട്ട് നിൽക്കുന്ന അവസരത്തിൽ പോലും ശ്രദ്ധിക്കുന്നില്ല, ചെള്ളു കയറിയിട്ട് അതിനെ തകർത്ത് കളയും. അങ്ങനത്തെ ഒരു അപകടം ഈ കൃമികൾ വഴിയായിട്ട് നമുക്ക് ഉണ്ടാകാം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് അമ്മത്രേസ്യ പറയുകയാണ്. അപ്പൊ ചുരുക്കം പേര് മാത്രമേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുള്ളൂ. ആ എത്തിയവർക്ക് തന്നെ ഈ ഒരു അപകടം നിൽക്കുന്നു അമ്മത്രേസ്യ ചൂണ്ടിക്കാണിക്കുകയാണ്. വീണ്ടും തുടരുകയാണ്, കുറെ വൈകിയാണെങ്കിലും നമ്മുടെ കടമ നിറവേറ്റിയെന്നും അങ്ങനെ നാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞെന്നും വരാം. അപ്പൊ ഇങ്ങനെയുള്ള കൃമിശല്യം വരുമ്പോൾ ഈ സ്വയസ്നേഹം, വിമർശനം, ദുർവിധി, കുറ്റപ്പെടുത്തിയുള്ള സംസാരം,
അതുപോലെ സ്നേഹത്തിൽ അല്പം പരിഗണിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞെങ്കിലും നമ്മൾ അതേപ്പറ്റി അവബോധം എടുത്തുനിന്ന് വരും. ചെള്ള് കയറി കടിച്ചു, അപ്പോൾ അതിൻ്റെ തെങ്ങിൻ്റെ കൂമ്പ് വാടി നിൽക്കുന്ന കണ്ടു. അപ്പോഴേ നമ്മൾ ചെന്ന് കയറി അതിൻ്റെ ആ പൊത്ത് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ചെള്ളിനെ മാന്തി തോണ്ടി എടുത്ത് ദൂരെ കളഞ്ഞു. അതിനകത്ത് മരുന്നൊക്കെ ഇട്ട് കൊടുത്ത് വെച്ച് കെട്ടി അങ്ങനെ ആ തെങ്ങിനെ വീണ്ടും പൊക്കിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഒരു പാപത്തിൽ നിന്ന് നമ്മൾ ഒഴിവാകും. ഇങ്ങനെയുള്ള അവസ്ഥകൾ കൃമികൾ കയറി പിടിക്കുമ്പം അല്പം വൈകിയാണെങ്കിലും നമ്മൾ തിരിച്ചറിയും, ശരിയായില്ല എൻ്റെ മനോഭാവം, എൻ്റെ പെരുമാറ്റം ഞാൻ തിരുത്തി എടുക്കണം. അങ്ങനെ പാപത്തിൽ വീഴുന്ന അവസ്ഥ ഒഴിവായെന്ന് വരാം. എന്നാൽ ദൈവേഷ്ടത്തിന് സമ്പൂർണമായി കീഴ്വഴങ്ങുവാൻ ആവശ്യമായ മനോഭാവം അതുകൊണ്ട് മാത്രം നാം ഒരിക്കലും പ്രാപിക്കുകയില്ല. ഈ കൃമികളെ ഒഴിവാക്കിയത് കൊണ്ട് മാത്രം കാര്യങ്ങളെല്ലാം സുരക്ഷിതമായില്ല. ദൈവേഷ്ടത്തിന് പൂർണ്ണമായിട്ട് കീഴ്വഴങ്ങുക എന്നുള്ള കാര്യത്തിന് കുറെ കൂടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് അതുകൊണ്ട് മാത്രം നാം ഒരിക്കലും പ്രാപിക്കുകയില്ല. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ പാപത്തിൽ വീഴാതെ ഞാൻ സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറി എടുത്തു. സ്വാർത്ഥതയും സ്വയസ്നേഹവും സ്വയാഭിമാനം വെച്ചുള്ള പെരുമാറ്റമൊക്കെ വന്നപ്പോൾ പാപത്തിലേക്ക് പോയില്ല, അങ്ങനെ സൂക്ഷിച്ച് നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ആയില്ല എന്നാമത്തെ പറയുന്നത്. 7-ാമത്തെ ഖണ്ഡിക, അവിടുത്തെ തിരുമനസ് എന്തായിരിക്കുമെന്നത് സംബന്ധിച്ച് പുത്രിമാരെ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അപ്പൊ അവിടുത്തെ ദൈവേഷ്ടത്തിന് സമ്പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ആവശ്യമായ മനോഭാവം അതുകൊണ്ട് മാത്രം നാം ഒരിക്കലും പ്രാപിക്കുകയില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ദൈവേഷ്ടത്തിന് സമ്പൂർണ്ണമായിട്ട് കീഴ്വഴങ്ങുക എന്ന് പറയുമ്പം ആ ദൈവേഷ്ടം എന്താണെന്നാണ് പുത്രന്മാരെ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് 7-ാമത്തെ ഖണ്ഡിക ആരംഭിക്കുന്നത്. കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ തന്നോടും പിതാവിനോടും ഏകീഭവിക്കത്തക്കവണ്ണം നാം സകലത്തിലും സമ്പൂർണരായിരിക്കണമെന്നാണല്ലോ അവിടുത്തെ അഭിലാഷം. അന്ത്യത്താഴ വേളയിലെ പ്രാർത്ഥനയിലെ യോഹന്നാൻ 17:22 വാക്യം, ഇവിടെ മലയാളത്തിൽ അത് 13:22 കൊടുത്തിരിക്കുന്നത്, 17:22 പിതാവെ നാം പൂർണ്ണമായി ഒന്നായിരിക്കുന്ന പോലെ അവർ തമ്മിൽ ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മളും പിതാവിനോടും ഈശോയോടും നമ്മൾ സമ്പൂർണമായിട്ട് ഒന്നാവുകയും ഒപ്പം നമ്മുടെ സഹോദരങ്ങളെ പൂർണ്ണമായി ഐക്യത്തിൽ ചേർത്ത് പിടിക്കുകയും ചെയ്യണം. അതാണ് ഈശോയുടെ പ്രാർത്ഥന. അതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അത് സാധിക്കുന്നതിന് നമ്മളുള്ള പ്രതിബന്ധം എന്തെന്ന് നിങ്ങൾ പര്യാലോചിക്കുക. നമുക്ക് എന്താണ് ഈ വിഷയം, എവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പര്യാലോചിച്ച് ആ ലക്ഷ്യത്തിൽ നിന്ന് ഞാനും വളരെ അകലെയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അമദ്രേസ്യയുടെ എളിമ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു സമ്പൂർണമായ ഐക്യം ദൈവവുമായിട്ട് ഈശോയുമായിട്ട് സഹോദരങ്ങളുമായിട്ടുള്ള കൂട്ടായ്മ നേടിയെടുക്കുന്നതിന് എനിക്കും ഇതുവരെയും വേണ്ടത്ര തൃപ്തി ആയിട്ടില്ല, ഞാൻ എത്തിയിട്ടില്ല, ഞാൻ വളരെ അകലെയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് മദ്രസ്യ പറയുകയാണ്. അതിനാൽ ഞാൻ ഇങ്ങനെ എഴുതുന്നത് വാസ്തവത്തിന് വളരെ ലജ്ജയോടുകൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് ഇതുവരെയും പൂർണ്ണമായിട്ട് നേടാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെതായ ഒരു ലജ്ജ എനിക്കുണ്ട് എന്ന് മദ്രസ്യ എളിമയോടുകൂടെ തുറന്നു പറയുകയാണ്. എല്ലാം എൻ്റെ കുറ്റം തന്നെയാണത്. ഞാൻ അത്രയും വളർന്നു കയറി വരാത്തതിൻ്റെ കാരണം സ്വയം താഴ്മയെടുക്കുന്നു. സ്വയം അവബോധം മദ്രസയ്ക്ക് നല്ലപോലെ ഉണ്ട്, ആ എളിമ നല്ലപോലെ ഉണ്ട്, നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. അവിടുത്തെ താല്പര്യം നമ്മൾ നിറവേറ്റുന്നതിന് അത്ര വലിയ അനുഗ്രഹമൊന്നും ദൈവം നമുക്ക് തരണമെന്നില്ല. അങ്ങനൊരു വാക്യം അത് എന്ന് വെച്ചാൽ അതിൻ്റെ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: there is no need for us to receive special consolations from God in order to arrive at conformity with his will. ഇപ്പം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഇഷ്ടത്തോട് നമ്മുടെ ഇഷ്ടത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ ഇഷ്ടത്തെ നിഹനിച്ച് അങ്ങോട്ട് ചേർത്ത് വെക്കുന്നതിന് ദൈവത്തിന്റെ പക്കൽ നിന്ന് പ്രത്യേക വലിയ അനുഗ്രഹം ഇനി പ്രത്യേകം കാത്തിരിക്കേണ്ട ആവശ്യമില്ല, വാങ്ങിക്കാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് വേണ്ടത്? നമുക്ക് നമ്മുടെ മാർഗദർശിയായി തന്റെ ദൈവപുത്രനെ നൽകിയിരിക്കുന്നതിൽ കവിഞ്ഞൊന്നും നമുക്ക് ആവശ്യമില്ല. ഈശോയെ നമുക്ക് മാർഗദർശിയായിട്ട് തന്നിട്ടുണ്ട്. ഈശോയുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. അതേസമയം ഈശോ നൽകുന്ന വചന പ്രബോധനം നമുക്ക് മാതൃകയാണ്. ഈശോ തൻ്റെ തന്നെ ജീവിതം നമുക്കറിയാം. വലിയ വിലാപത്തോടും കണ്ണീരോടും കൂടെ പിതാവിന്റെ മക്കൾ കെഞ്ചി അപേക്ഷിച്ചു ഈ മരണത്തിൽ തന്നെ രക്ഷിക്കണമേ എന്ന്. എങ്കിലും അവിടുന്ന് പുത്രനായിരുന്നുകൊണ്ട് സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു എന്ന് ഹെബ്രായ ലേഖനത്തിന്റെ 5:7 വാക്യം പറയുന്നത് പോലെ ഈശോയുടെ ജീവിതത്തിലെ ആ ഒരു മാതൃക അത് അവിടെ നൽകിയിരിക്കുന്ന സ്വയം ഉപേക്ഷിക്കാതെ എൻ്റെ ശിഷ്യനാകാൻ നിങ്ങൾക്ക് പറ്റുകയില്ല എന്ന് പറയുന്ന പ്രബോധനം, അതാണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള. അതിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസതം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.